ഇന്നത്തെ ക്ലാസ്സിൽ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ഭൗതിക ലോകമാണ് പറയുന്നത്. ശാസ്ത്രം എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി ലാറ്റിൻ പദമായ സയൻറ്റിയ എന്നതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പ്രകൃതി എന്നർത്ഥമുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഭൗതികശാസ്ത്രം എന്ന പദം ഉണ്ടായത്. ആറ്റങ്ങൾ, തന്മാത്രകൾ, ആണവ പ്രതിഭാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സൂക്ഷ്മമണ്ഡലം മുതൽ പരീക്ഷണശാല, ഭൂമി തുടങ്ങി ജ്യോതിർഗോളങ്ങൾ വരെയുള്ള സ്ഥൂലമണ്ഡലം വരെ ഭൗതികശാസ്ത്രം വ്യാപിച്ചു കിടക്കുന്നു. പിന്നെ ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകളെ പറ്റിയിട്ടാണ് പറയുന്നത്. വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെയും വസ്തുവിൻ്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ് ആണ്. താപോർജ്ജത്തെയും ഊർജ്ജമാറ്റത്തെയും കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. വൈദ്യുതകാന്തിക ശക്തികളെക്കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ആകാശഗോളങ്ങളുടെ ഭൗതിക സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത്. ദ്രവ്യത്തെയും ഊർജ്ജത്തെയും കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാന തലത്തിലുള്ള പഠനമാണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഭൗതികശാസ്ത്ര പഠനമാണ് അറ്റോമിക് ഫിസിക്സ് എന്ന് പറയുന്നത്. ആറ്റങ്ങളുടെ ന്യൂക്ലിയസിലെ ഘടന, സ്വഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനമാണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത്. പിന്നെ ചാർജുകളെ പറ്റിയും കാന്തികത്തെ പറ്റിയും പ്രവഹിക്കുന്ന ശാസ്ത്രശാഖയാണ് വൈദ്യുത കാന്തികം എന്ന് പറയുന്നത്. പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചിട്ടാണ് അടുത്തത്. 1879 ജർമ്മനിയിലെ ഉൾമ് എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. 1905 സവിശേഷ ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. E=mc² എന്ന ഊർജ്ജ സമവാക്യം രൂപീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. പിന്നെ സാമാന്യ ആപേക്ഷിക സിദ്ധാന്തം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ആവിഷ്കരിച്ചത്. പ്രകാശ വൈദ്യുത പ്രഭാവത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ. പിന്നെ ഐൻസ്റ്റൈൻ്റെ പ്രധാനപ്പെട്ട മറ്റ് സംഭാവനകളാണ് അടുത്തതായിട്ട് പറയുന്നത്. മാക്സ് പ്ലാങ്കിൻ്റെ തമോവസ്തു വികിരണ നിയമത്തിൻ്റെ വ്യുൽപ്പത്തിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഉത്തേജിത ഉത്സർജനത്തിൻ്റെ സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആധുനിക പ്രപഞ്ച വിജ്ഞാനി ഒരു വാതകത്തിൻ്റെ ഭാരിച്ച ബോസോണുകളുടെ ക്വാണ്ടം സ്ഥിതികാവസ്ഥ, ക്വാണ്ടം ബലതന്ത്രത്തിൻ്റെ ആവിഷ്കാരത്തിലുള്ള വിമർശനാത്മക വിശകലനം എന്നിവയ്ക്ക് മുന്നോടിയായ പ്രപഞ്ചത്തിൻ്റെ സ്ഥിരാവസ്ഥ മാതൃക എന്നിവയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സംഭാവനകൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏകീകരണ പ്രക്രിയ കൈവരിച്ച പ്രകൃതിയുടെ വിവിധ ഫലങ്ങൾ അല്ലെങ്കിൽ മേഖലകളെ പറ്റിയിട്ടാണ് അടുത്തൊരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. അത് ശാസ്ത്രജ്ഞന്മാരും അവരുടെ ഭാഷയും ഏകീകരണ തന്ത്രങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്.